ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അപ്പം ഞാൻ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ പോയിക്കണായിരുന്നു എറണാകുളത്ത്. അപ്പം അവിടെ വെച്ച് എനിക്ക് പനിയായി. അതാണ് ഞാൻ 2 ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പം പനിയൊക്കെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ സാധാരണ പുറത്തൊക്കെ പോകാൻ നേരത്ത് സൺസ്ക്രീൻ കെമിക്കൽ ഇട്ടേച്ചല്ലേ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി വന്നു കഴിയുമ്പോൾ നമുക്ക് മുഖത്തോട്ട് ഇത് ഇടാം. ഞാനപ്പോൾ ഇത് ഞാൻ സൺസ്ക്രീൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി വന്നിട്ട് മുഖം വാഷ് ചെയ്തിട്ട് ഇതൊന്ന് മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ഇത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഉണ്ടാക്കിയേക്കണതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം വന്ന് വാഷ് ചെയ്തിട്ട് പുറത്ത് പോയി ഒന്ന് മുഖം വാഷ് ചെയ്ത്, അപ്പോൾ നമ്മുടെ മുഖത്ത് നിറച്ച് വെയിലത്തൊക്കെ പോയിട്ട് കരിവാളിപ്പം ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇത് വരട്ടി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ യൂസ് ചെയ്യണേ നല്ലത് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യണതാണ്. ഇനിയിപ്പോൾ അഥവാ കെമിക്കൽ യൂസ് ചെയ്താലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യണം. വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നാച്ചുറൽ സൺസ്ക്രീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഒരു തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി ഒന്ന് മുറിക്കുക. തക്കാളി മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൽ വെള്ളമൊക്കെ ഇല്ലേ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൽ ഈ ഫ്ലൂയിഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളയുക. എന്നിട്ട് നമുക്ക് ഈ തക്കാളിയിലുള്ള അരിയില്ലേ, അതും നമുക്ക് വേണ്ട. അപ്പം നമ്മൾ തക്കാളിയിലുള്ള ആ അരി, അതിലുള്ള ആ ഇതും വെള്ളം ഇതെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. അപ്പം ഇതിൽ അരിയൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മൾ. പിന്നെ ആ ഫ്ലൂയിഡും മൊത്തം കളഞ്ഞ് ഇപ്പം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സണ്ടാൻ പോകാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ തക്കാളി. അപ്പോൾ അതെ ഇതുപോലെ നമ്മുടെ തക്കാളി അതിലുള്ള ആ കുരുവും എല്ലാം മാറ്റി, ഞാൻ അതിൻ്റെ ഫ്ലൂയിഡും ഒക്കെ മാറ്റി ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം ഞാൻ അതേ മിക്സിയിൽ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ അരച്ചെടുത്തത് ഒരു ചെറിയൊരു ചീനച്ചട്ടിയിലോട്ടൊന്ന് മാറ്റണം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ, ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ ഇതിൽ മാക്സിമം വെള്ളം നമ്മൾ കളഞ്ഞ് നല്ല ഇതൊന്ന് വേവിച്ച് ഇതൊന്നെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്താലേ കേടാവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു സൺസ്ക്രീനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. പിന്നെ ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് എടുത്ത് കളയാം. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, ചിലവർക്ക് ഇത് മിക്സിയിൽ അടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വെറുതെ ഉടച്ചെടുത്താലും മതി കേട്ടോ.
ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പേസ്റ്റിൻ്റെ ഒരു ഇതിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെള്ളം മുഴുവൻ ഇതിൻ്റെ ഇതാക്കിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ ഏതാണ്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി തീ ഓഫ് ചെയ്തിടാം. ഇനി അതിൽ കിടന്ന് റെഡി ആയിക്കോളും. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ തക്കാളിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ബട്ടറാണ്. അപ്പോൾ ബട്ടറും കുറച്ചെടുക്കുക. നമ്മൾ എന്തുമാത്രമാണ് പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു 2 സ്പൂൺ തക്കാളിയാണ് എടുത്തേക്കുന്നത്, തക്കാളിയുടെ പേസ്റ്റ്. അപ്പം അതിൽ ഒരു 1/4 ടീസ്പൂൺ ബട്ടർ മതി. ഇപ്പോൾ ബട്ടർ വേണ്ടാത്തവർക്ക്, ഇപ്പോൾ ഭയങ്കര ഓയിൽ സ്കിന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം ഒലിവ് ഓയിൽ ഇടാം. പിന്നെ നമ്മളിടേണ്ട കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലൊക്കെ അറിയാമല്ലോ, നമുക്ക് മുഖത്തിനൊക്കെ എന്തുമാത്രം നല്ലതാണ്. പിന്നെ നമുക്ക് ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺ ടാൻ ഒക്കെ മാറ്റും. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും എല്ലാം നമുക്ക് ഈ കരിവാളിപ്പും ഇതൊക്കെ മാറ്റാനുള്ള, സൺ ടാൻ മാറ്റാനുള്ള ഒക്കെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ നമുക്ക് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നല്ല സോഫ്റ്റായിട്ട്, ഈ ഡ്രൈ സ്കിൻകാർക്കൊക്കെ നമുക്ക് കുറച്ച് വരാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുഖത്തിന് ഭയങ്കര അത്യാവശ്യ സാധനങ്ങളാണ്. അപ്പോൾ ഈ കറ്റാർവാഴ ജെല്ലിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതാണ് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ ജെല്ല് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ബോട്ടിലിൽ നമുക്കൊരു 1-1.5 ആഴ്ച നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ടാണ് ഞാൻ തക്കാളിയൊക്കെ വേവിച്ച് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തത്. അപ്പം ഇങ്ങനെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാണ്ട് മുഖത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര നല്ലതാണ്. മുഖം നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബട്ടറൊക്കെ ഒന്ന് അതിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ വേണ്ടാത്തവർക്ക് ഒലീവ് ഓയിൽ ആണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാനിതെല്ലാം കൂടി ഒരു ചെറിയൊരു കുപ്പിയിലോട്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പുറത്ത് പോയി വരുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. അത് കൂടാണ്ട് നമുക്ക് ഡെയിലി രാവിലെ നമുക്ക് ഇത് പുറത്ത് പോയില്ലെങ്കിലും ഇതൊരു 20 മിനിറ്റ് തേച്ച് മുഖത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ സൺസ്ക്രീൻ ഇടുമല്ലോ, അതിന് പകരം നമുക്ക് ഇതിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന പോലെ തന്നെ കുറച്ച് ഇതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളിതെല്ലാം നല്ല പേസ്റ്റ് ആക്കിയാണ്, ഈ തക്കാളിയൊക്കെ നല്ല പേസ്റ്റാക്കി വേവിച്ച് അതിൽ വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ച് ഒക്കെ എടുത്തേക്കണമുണ്ട്. നമുക്ക് നല്ലൊരു എഫക്റ്റായിരിക്കും മുഖത്തിന്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ മേളിലൊക്കെ ഇടാം കേട്ടോ. ഇത് നമ്മൾ കെമിക്കലൊന്നുമല്ല, നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കിയേക്കണല്ലേ, നമ്മുടെ നാച്ചുറൽ ഇതായിട്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ കുറച്ച് ആ മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട് നമ്മുടെ
മുഖത്തൊരു കളറും കിട്ടും. പിന്നെ തക്കാളി ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് നമ്മുടെ ആ സൺടാനൊക്കെ മാറും. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ട്, തക്കാളി ചേർത്തിട്ടുണ്ട്, പിന്നെന്താ അലോവേര ജെല്ല്, മഞ്ഞൾ. അപ്പോൾ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ഈ ബട്ടറിന് പകരം ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഇടാം. പക്ഷേ ഞാനിവിടെ ബട്ടറായിട്ടേക്കണം. ബട്ടർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ മുഖം നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്ത് നോക്കിക്കേ. അപ്പം നല്ല സോഫ്റ്റ് ആവും സ്കിന്ന്. എന്നിട്ട് ചുമ്മാ നമ്മളൊന്ന് ഇട്ടിട്ടേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പുറത്ത് പോയി വന്നിട്ടുള്ള നമ്മുടെ സൺടാനൊക്കെ എല്ലാം പെട്ടെന്ന് മാറും. ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് വെച്ചാൽ മതി മുഖത്ത്. സർക്കുലർ മോഷനിൽ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി വേവിക്കേണ്ട ഒരു സമയം നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബട്ടർ ഒഴിച്ചിട്ടെടുക്കുക. പിന്നെ എന്താ പറയുക, കറ്റാർവാഴയുടെ ജെല്ല്. പിന്നെ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് 2-3 ദിവസത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം. അതല്ല നമ്മളത് റെഡിമെയ്ഡ് വാങ്ങിക്കണ കറ്റാർവാഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇത് കൂട്ടി വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ കഴിയുന്നത് നമ്മൾ കറ്റാർവാഴ 2 ദിവസത്തിനൊക്കെ ആണെങ്കിൽ നമ്മുടെ കറ്റാർവാഴയുടെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് വാങ്ങിക്കണ ജെല്ലാണ് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കാൻ വേണ്ടി നല്ലത്. വീട്ടിൽ തന്നെ എടുക്കണ ഇതാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ ഞാനിത് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്യണേ. അപ്പോൾ അതേ ഞാൻ മുഖമൊക്കെ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്ന്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പം എന്തെങ്കിലും എന്താ പറയുക, ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ ശകലം ബട്ടർ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി ഓയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും മുഖം ഒന്ന് വാഷ് ചെയ്ത് കളയണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും മുഖം. ഇത് കഴിഞ്ഞ് നമുക്കിങ്ങനെ പിന്നെ എന്താ പറയുക, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ ശരിക്കും സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം ഇത്തിരി ഓയിൽ പോലെ വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരിക്കും നമുക്കതിടുമ്പോഴും. ശരിക്കും സൺടാനും എല്ലാം നമ്മുടെ പുറത്ത് പോയിട്ട് വരുമ്പോഴുള്ള എല്ലാം പോകും. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതിപ്പോൾ പുട്ട് ഊരി വെച്ചതായിരുന്നേ. അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഡ്രൈ സ്കിന്നും ആവത്തില്ല, പിന്നെ കുറച്ച് ഓയിലും ഉണ്ടാവും, നല്ലൊരു സോഫ്റ്റ് സ്കിന്നായിട്ടിരിക്കും. ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കും. നമ്മളെ സൺസ്ക്രീൻ യൂസ് ചെയ്യണ അതേ എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ എന്താ പറയുക, നല്ല നാച്ചുറലായിട്ടുള്ള ആ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണേണ്. അപ്പം നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.